Good morning, respected garden planters. ഇപ്പോൾ ഉള്ള കാലാവസ്ഥയ്ക്ക് ഈ ഫംഗസ് കയറുന്ന ടൈം. ഫംഗസ് ഇപ്പോൾ ഏലത്തിൻ്റെ കൂടുതൽ നമുക്ക് ഫംഗസ് പ്രോബ്ലം വരുന്നത് ഈ കായലുകൾ, കൊത്തലുകൾ, തട്ടമരിച്ചൽ. ഈ കായലുകൾ, കൊത്തലുകൾ ഉണ്ടാക്കുന്ന ഈ ഫംഗസിൻ്റെ പേര് പൈറ്റോപ്തോറ മീഡി അങ്ങനെ പറയുന്ന ഒരു ഫംഗസ്. ഈ ഫംഗസ് ഉണ്ടാകുമ്പോൾ നമുക്ക് കൊത്തലുകൾ, കായലുകൾ അങ്ങനെ ഉണ്ടാകും. ബട്ട് കാ പിടിക്കും. കാ പിടിച്ചുകൊണ്ടേ നമുക്ക് ഈ ആളുകൾ ഉണ്ടാകും. ഇത് നമുക്ക് ഒരു ബോർഡോ സ്പ്രേ ചെയ്താൽ നമുക്ക് കൊത്തലുകൾ, കായലുകൾ, പൈറ്റോപ്തോറ മീഡി എന്ന് പറയുന്ന ഈ ഫംഗസ് കൺട്രോൾ ആകും. നെക്സ്റ്റ് പൈറ്റോപ്തോറ നിക്കോട്ടിയാന അങ്ങനെ പറഞ്ഞ ഒരു ഫംഗസ് ഉണ്ട്. ഇത് ഉണ്ടാകുമ്പോൾ നമുക്ക് കാ പിടിക്കുന്നില്ല, ബട്ട് കായ അളുകൾ വരുന്നില്ല, ബട്ട് കാ പിടിക്കുന്നില്ല. ഇതോടെ സിംറ്റം നമുക്ക് ഇലയ്ക്ക് അഴുകിയ പോലെ ഇലയ്ക്ക് അവിടെ ഒരു റൗണ്ടായിട്ട് ഒരു അഴുകിയ ലീഫും നമ്മ തോട്ടത്തിൽ കാണും. ഈ സറത്തിൻ്റെ ഈ നാവ് കംപ്ലീറ്റ് തെളിഞ്ഞു വന്ന നാവ് കൂടെ പട്ടിന് ഇറുക്കം കൊടുത്തിട്ട് നമുക്ക് കാ കയറാതെ, പൂ വിരിയാതെ, പൂക്കൾ കുറവായിടും, ഭയങ്കര കുറവായിടും. ടക്കിന് ഒരു ചെടിക്ക് വന്നിട്ട് 100-150 പൂ ഉണ്ടാകുന്ന ലാസ്റ്റ് ആഴ്ചയ്ക്ക് ഈ ആഴ്ച നോക്കുമ്പോൾ 10 പൂ 20 പൂ കൂടി ഇല്ല. അതിൻ്റെ കാരണം ഈ സമയത്തെ നമുക്ക് പൈറ്റോപ്തോറ നിക്കോട്ടിയാന എന്ന് പറഞ്ഞ ഫംഗസ് ഈ കാലാവസ്ഥയ്ക്ക് നമുക്ക് വന്നിട്ടുണ്ട്. കൂടുതൽ മഴയും ഇല്ല, ചൂടുമില്ല, ഒരു 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 നമുക്ക് വന്നിട്ട് നല്ല ഒരു എപ്പോഴും മൂടിക്കിടക്കുന്ന ഒരു സ്റ്റേജ്. നമുക്ക് இந்த மாதிரி ஒரு கிளைமேட்டு, கிரீம் கிளைமேட்டு. ഈ ഗ്രീൻ ക്ലൈമറ്റ് നമുക്ക് നോക്കുമ്പോൾ இந்த மாதிரி ഫംഗസ് ഡെവലപ്പ് ആകും. ഇതുകൊണ്ട് ഈ സമയത്ത് യാർക്കും കായില്ല, അങ്ങനെ ബ്രേക്കായി അപ്പടിയേ കിടക്ക്. അണ്ട് നമുക്ക് അടുത്ത ഫംഗസ് ഈ തട്ടമരിച്ചൽ ഉണ്ടാക്കുന്ന ഫംഗസ് പിത്തിയം വെക്സാൻസ് എന്ന് പറയുന്ന ഈ ഫംഗസ്. തട്ടമരിച്ചൽ സികപ്പ് കിഴങ്ങ് ഉണ്ടായിട്ട് തട്ടമരിയും, അല്ലെങ്കിൽ സികപ്പ് കിഴങ്ങ് ഉണ്ടാകാതെ പട്ടിന് കിഴങ്ങിൻ്റെ അടിഭാഗം കറുത്ത കളറായിട്ട് അങ്ങനെ മരിയും. അതോടെ ചേർന്ന് 2-3 ചരം കൂടെ ചേർന്ന് നമുക്ക് ആ തട്ടയ്ക്ക് ഉണ്ടാകുന്ന 3 ചരമും ചേർന്ന് അഴുകിപ്പോയിടും. ഇത് വന്നിട്ട് വെക്സാൻസ് എന്ന് പറഞ്ഞ ഈ പിത്തിയം വെക്സാൻസിന് ഒരു ഫംഗസ്. അപ്പോൾ ഈ 3 ടൈപ്പ് ഫംഗസ് നമുക്ക് ഉണ്ട് ഈ സമയം. ഡേഞ്ചറാണ് ടൈം. ഈ സമയത്ത് ഈ പിത്തിയം ഫംഗസിനാളെ കൂടെ നമുക്ക് കുറവ് ഡാമേജ് ആകും. പൈറ്റോപ്തോറ നിക്കോട്ടിയാന இதுதான் காஸ் செட்டிங் ഉണ്ടാകാതെ നമുക്ക് പിടിച്ച് നിർത്തുന്ന ഒരു ഫംഗസ്, ഭയങ്കര കേട് ഫംഗസ്. ഈ കാലാവസ്ഥയ്ക്ക് നമുക്ക് ഇതുവരെ കണ്ടിരാത്ത ഒരു ഫംഗസ്. മാക്സിമം നമുക്ക് ഈ ഫംഗസ് പൈറ്റോപ്തോറ ഗ്രൂപ്പ് ചേർന്ന ഫംഗസ് ഇതുവരെ കൂടുതൽ സമയം നമുക്ക് ആദ്യം എടുക്കും. ഈ ക്ലൈമറ്റ് ഇതിൻ്റെ കാരണം ചൂട് മുടിഞ്ഞ് നമുക്ക് മഴക്കാലം തുടങ്ങുമ്പോൾ ഈ ഫംഗസ് ഉണ്ടാകും. അടുത്ത് കൂടുതൽ മഴ കിട്ടിയ പിറകു ഇത് ഓട്ടോമാറ്റിക്കലി നാച്ചുറലായിട്ട് ഇത് കൺട്രോൾ ആയിടും. ബട്ട് ഈ സമയത്ത് മഴ കുറവാണത് കൊണ്ട്, ഈ ചൂടും ഇല്ലാതെ കൊണ്ട് ഈ ഫംഗസ് കൂടുതൽ ജീവിക്കുന്നുണ്ട്. ഇതിൻ കൺട്രോൾ ചെയ്യാൻ ബെസ്റ്റ് കെമിക്കല് അസാക്സിസോബിൻ പ്ലസ് ക്ലോറോതലോണിൽ അങ്ങനെ ഒരു കോണ്ടാക്ട് സിസ്റ്റമിക് രണ്ടും കൂടിയ ഒരു കെമിക്കൽ ഉണ്ട്. ഈ കെമിക്കൽ ചെയ്യുമ്പോൾ ഈ ഫംഗസ് കംപ്ലീറ്റ് ചെത്തുപോയിടും. അപ്പോൾ നല്ല ഫ്ലവറിങ് തുടങ്ങിരും, പിഞ്ചു പിടിക്കാൻ തുടങ്ങിരും. ഈ അസാക്സിസോബിൻ പ്ലസ് ക്ലോറോതലോണിൽ അങ്ങനെ പേരുള്ള ഒരു പ്രോഡക്റ്റ് സ്ട്രൈക്ക് എன்ற പേരിൽ നോവ കമ്പനി കൊടുക്കുന്നുണ്ട്. അത് 1 ലിറ്ററിൻ്റെ 1 ml 200 ലിറ്റർ വാട്ടറിന് 200 ml കൊടുത്ത് കുളിപ്പിച്ച് സ്പ്രേ ചെയ്യുമ്പോൾ ഈ ഫംഗസ് കംപ്ലീറ്റ് മാറും. അതോടെ ഈ പിത്തിയം വെക്സാൻസ് എന്ന് പറയുന്ന ഈ പിത്തിയം ഫംഗസ്, തട്ടമറിച്ചൽ ഉണ്ടാക്കുന്ന ഫംഗസ് കൺട്രോൾ ചെയ്യാൻ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് 1 കിലോ തുരിശ്, ഒരു 3 കിലോ
ലൈം പൗഡർ ഇല്ല കൂടുതൽ അറ്റാക്ക് ഉണ്ടെങ്കിൽ 1 കിലോ തുരിശും 2 കിലോ ലൈം പൗഡറും ചേർത്ത് ഒരുമിച്ച് മിക്സ് ചെയ്ത് പൗഡർ ആക്കിയിട്ട് അതിൽ ജസ്റ്റ് ഒരു 100 ഗ്രാം എടുത്ത് ബാധിക്കപ്പെട്ട ആ തട്ടയ്ക്ക് മാത്രം ഇട്ട് കൊടുത്താൽ മതി. സ്പോട്ട് അപ്ലിക്കേഷൻ ചെയ്താൽ മതി. സൂപ്പർ കൺട്രോൾ ആയിട്ടും നെക്സ്റ്റ് സ്പ്രെഡിങ് കാണത്തില്ല. ഇവിടെ പറഞ്ഞതുപോലെ ഈ 3 ടൈപ്പ് ഫംഗസ് കൂടുതൽ അറ്റാക്ക് ചെയ്യുന്ന ഫീൽഡ് റെസിസ്റ്റന്റ് ഇല്ലാതെ പ്ലാന്റ്സിൽ കൂടുതൽ അറ്റാക്ക് ആകും. ഈ റെസിസ്റ്റന്റ് ഇല്ലാതെ പ്ലാന്റ്സ് ഏതെങ്കിലും നമുക്ക് വേരില്ലാത്ത ഫീൽഡ്, ഈ ഫിസേരിയം കൂടുതൽ അറ്റാക്ക് ആകുന്ന ഫീൽഡ്, ഈ രണ്ടും നേരത്തെ കൺട്രോൾ ആകാത്ത ഫീൽഡിൽ നമുക്ക് ഈ ഫംഗസിന്റെ ബാധിപ്പ് കൂടുതൽ ആകും. സോ വേര് കറക്റ്റ് ഉണ്ടാകാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നെമറ്റോഡ് കൺട്രോൾ ചെയ്തിട്ട് പുതിയ റൂട്ട് കൊണ്ടാണ് ഒരു ട്രീറ്റ്മെന്റ് ചെയ്ത ഫീൽഡിൽ ഈ പ്രോബ്ലം ജസ്റ്റ് കാണും. മറ്റ ഫീൽഡിൽ ഇത് കംപ്ലീറ്റ് കൂടുതൽ പ്രശ്നമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ വേര് ഉണ്ടാക്കുന്ന ഈ ട്രീറ്റ്മെന്റ് ചെയ്യാത്ത ആൾക്കാർ ഇമ്മീഡിയറ്റ് വേര് ആദ്യം ആക്കണം. ഈ കെമിക്കൽ കലർന്ന ഈ റൗണ്ട് മരുന്ന് കൂടെ ചെയ്താലും മതി. ഇല്ല റൗണ്ട് മരുന്ന് ചെയ്ത ആൾക്കാർ ഇത് മാത്രം കൂടെ ഈ സ്ട്രൈക്ക് മാത്രം കൂടെ സ്പെഷ്യൽ സ്പ്രേ മിഡിൽ സ്പ്രേ കൊടുത്തിട്ട് കൺട്രോൾ ആക്കണം. നെമറ്റോഡ് കൺട്രോൾ ആക്കണം, പുതിയ വേരുണ്ടാക്കണം. അതിൻ്റെ അടിപൊളി ട്രീറ്റ്മെന്റ് നേരത്തെ ഞാൻ പറഞ്ഞത് ഈ മെനറ്റോഡും റാഫൽ ഈ രണ്ടും ചേർത്ത് നമുക്ക് ശരിക്കും ഒരു 10 ലിറ്റർ ഒഴിച്ച് അത് ഒഴിച്ച ഫീൽഡെല്ലാം ഭയങ്കര വേരായി. ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ ഫീൽഡ് കൂടെ ഭയങ്കര വേരുണ്ട്. അതിൻ്റെ കാരണം നെമറ്റോഡും റാഫലും ഇവിടെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഫീൽഡിൽ നമുക്ക് പിത്തിയം നിക്കോട്ടിയാന പ്രോബ്ലം നമുക്കില്ല. ഫുൾ സെറ്റിംഗ് ഉണ്ട്. 100% സെറ്റിങ്ങും ഈ ഫീൽഡിൽ ഉണ്ട്. സോ നമുക്ക് ഈ വേറാക്കാൻ ആദ്യം ചെയ്തിട്ട് ഈ കെമിക്കൽ സ്പ്രേയും ചെയ്തിട്ട് നമുക്ക് ഈ ഫംഗസിലിരുന്നും ചെടിയുടെ നെമറ്റോഡ് പ്രോബ്ലത്തിലിരുന്നും നമുക്ക് രക്ഷിക്കണം. ഈ വേര് ഇല്ലാത്ത ഫീൽഡ്, ഈ നെമറ്റോഡ് കൺട്രോൾ ആകാത്ത ഫീൽഡിൽ നമുക്ക് രാസവളം കൊടുക്കേണ്ട. അങ്ങനെ രാസവളം നിങ്ങൾ സമയം നോക്കി ജൂൺ ജൂലൈ എന്ന് കരുതി നിങ്ങൾ ഈ രാസവളം ഇടുമ്പോൾ കംപ്ലീറ്റ്ലി അപ്ടേക്ക് ചെയ്യുന്ന വേരില്ലാത്തത് കൊണ്ട് മണ്ണിൽ കിടന്നു പോയിടും വളം. മണ്ണിൻ്റെ pH അസിഡിക് കണ്ടന്റ് ഈ ഫെർട്ടിലൈസർ മാറുമ്പോൾ മണ്ണിൻ്റെ pH ரொம்ப താഴെ വരും. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫംഗസിൻ്റെ ശക്തി കൂടും. കൂടുതൽ ഫംഗസ് ശക്തി കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി വളം ഇട്ട ഫീൽഡ് കൂടെ നോക്കുമ്പോൾ പട്ടിന് കാ ഉണ്ടാകാതെ ഈ നിക്കോട്ടിയാന പിത്തിയം നിക്കോട്ടിയാന കൂടുതൽ സ്പ്രെഡായിട്ട് കാ സെറ്റിംഗ് ആകത്തില്ല, ഫ്ലവറിങ് കുറവായിടും. സോ ഈ ഡിസീസ് കൺട്രോൾ മാത്രം ഈ സമയം മെയിൻ വിഷയം, വളം ഇടുന്നതെല്ലാം മെയിൻ വിഷയമല്ല. ഈ ഡിസീസ് കൺട്രോൾ ആക്കിയിട്ട് നമുക്ക് വളം കൊടുത്താൽ മാത്രമേ ഫുൾ അപ്ടേക്ക് നടക്കും. ചെടിക്ക് കാ ബോൾഡും കൂടുതൽ കായും നമുക്ക് ഉണ്ടാകും. നമ്മുടെ ഫീൽഡിലെ മൈക്രോന്യൂട്രിയൻസ് ഡിഫിഷ്യൻസി, ഈ ജിങ്ക് ബോറാൻ മൈക്രോന്യൂട്രിയൻസ് ഡിഫിഷ്യൻസി ഉണ്ടെങ്കിലും കൂടെ ഈ ദാസ്തി നമുക്ക് ഈ പിത്തിയം നിക്കോട്ടിയാന ഫംഗസും കൂടെ കൂടുതൽ ഫാം ആകുന്നുണ്ട്. സോ നമുക്ക് ഈ മൈക്രോന്യൂട്രിയൻസ് സ്പ്രേയും കൂടെ കൊടുക്കണം. അതോട് നമുക്ക് വളം കൂടെ ചേർത്ത് മൈക്രോന്യൂട്രിയൻസ് കൊടുക്കണം. മാക്സിമം ഇതുപോലെ ഫംഗസ് ഉണ്ടാകുന്ന കാരണം നമുക്ക് ഈ മണ്ണിൻ്റെ പ്രോബ്ലം മാത്രമല്ല, എയറിൻ്റെ പ്രോബ്ലം, ഈ കാറ്റ് മൂലമായിട്ട് ഈ കാലാവസ്ഥയുടെ നമുക്ക് കുഴപ്പം കൂടുതൽ. നമുക്ക് ചാണം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഈ ഫംഗസ് എല്ലാം കൂടുതൽ ഉണ്ടാകും. നിങ്ങൾക്ക് ഇത് നോക്കുമ്പോൾ ഇത് ചോദിക്കുമ്പോൾ മനസ്സിലാകും, ഈ ചാണം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇതുവരെ കാപിടുത്തം ഒട്ടും ഇല്ലാതിരിക്കും. അപ്പോൾ അവർ ചെയ്യാൻ വേണ്ടി ഓർഗാനിക് മാറ്റർ ഡെവലപ്പ് ആക്കാൻ നമുക്ക് ചാണം വേണ്ട, വേറെ ഇത് മണ്ണറ കമ്പോസ്റ്റ് കൂടെ വേണ്ട. നമുക്ക് ഈ ബോൺ മീൽ, ഈ കാൽസ്യം ഫാസ്ഫറസ്
കൂടുതലുള്ള പക്ക ആസിഡ് മിക്സ് ചെയ്യാതെ ബോൺ മീൽ മാത്രം നമുക്ക് നമ്മ ചെയ്യുന്ന വളം കൂടെ ചേർത്ത് മൈക്രോ ഫുഡും കൂടെ ചേർത്ത് ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇട്ട് കൊടുത്ത് നമുക്ക് ഓർഗാനിക് മാറ്റർ കാൽസ്യം ഫോസ്ഫറസ് ആയിട്ട് നമുക്ക് ഓർഗാനിക് മാറ്ററിൽ കാൽസ്യം ഫോസ്ഫറസ് നമുക്ക് കൊടുത്താൽ ഈ വേരും ഈ തട്ടയ്ക്ക് സ്ട്രെങ്ത്തും റെസിസ്റ്റൻറ്റും ഈ തട്ട ഈ ലീഫിൽ ഇരിക്കக்கூடிய ഈ സൈറ്റോപ്ലാസം ഭയങ്കര സ്ട്രോങ് ആയിട്ട് നമുക്ക് നിൽക്കും. നേരത്തെ സാധനം ഉപയോഗിച്ച ആൾക്കാർ അത് മാറ്റാനായിട്ട് ഈ സൂഡോമോണസ്, ട്രൈക്കോഡർമ വിറിഡി, ബേസില്ലസ് സബ്റ്റിൽസ് சொல்லக்கூடிய പറയുന്ന ഒരു ഒരു നന്മ ചെയ്യக்கூடிய ബാക്ടീരിയ മണ്ണിൽ വിടണം. അങ്ങനെ വിടുമ്പോൾ ഈ ചാണത്തിനകത്തെ ഉള്ള ഈ ഫിസേരിയം ഫംഗസ്, ഈ പിത്തിയം ഫംഗസ് എല്ലാം കൂടെ ഈ സൂഡോ ട്രൈക്കോവാം എല്ലാം കൺട്രോൾ ചെയ്യും. ഇതിപ്പം ചെയ്യേണ്ട, കുറച്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് മഴ മാറിയിട്ട് പിന്നെ ഈ ഫംഗസ് എല്ലാം നമുക്ക് കെമിക്കൽ കൊടുത്ത് தான் കൺട്രോൾ ചെയ്യണം. അങ്ങനെ കൺട്രോൾ ചെയ്ത് ഫീൽഡ് റെഡി ആകുമ്പോൾ ഈ ചാണത്തിൻ്റെ തിരിച്ച് നമുക്ക് അറ്റാക്ക് ആകാത്ത രീതിയിൽ ഈ സൂഡോ ട്രൈക്കോവാം ആൻഡ് ഈ ബേസിലസ് ഇലാസനസ് അങ്ങനെ പറഞ്ഞ് ചില ഓർഗാനിക് നമുക്ക് വന്നിട്ട് സാധനം ഉണ്ട്. അത് നമുക്ക് ചെയ്ത് നമുക്ക് ഈ ചാണത്തിൻ്റെ ഗുണം മാറണം. ഇനി സാധനം ഉപയോഗിക്കുന്നത്, സാധനം ഉപയോഗിച്ചാൽ ഏലത്തിൽ കൂടുതൽ ഇൻകം എടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഇപ്പം കാണുന്ന ഈ ഫീൽഡിൽ 15 കൊല്ലമായിട്ട് ചാണം ഇട്ടിട്ടില്ല. അതോട് ഈ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ ഈ ക്ലോറോത്തനോളിൻ ആൻഡ് അസൈസ്റ്റോബിൻ കൊടുത്തിട്ടുണ്ട്. അതോട് ഈ വേരിക്ക് മെനറ്റോഡും റേഫലും കൊടുത്തിട്ടുണ്ട്. അതോട് ഈ ഫിസേരിയം കൺട്രോൾ ചെയ്യാനായിട്ട് നേരത്തെ പറഞ്ഞ ഞാൻ കെമിക്കലും കൂടെ പക്ക കൊടുത്തിട്ടുണ്ട്. പുതിയ ചിമ്മിൻ്റെ നമുക്ക് ഈ ഫിസേരിയം ഇല്ല. സെറ്റിംഗ് നല്ല സെറ്റിംഗ് ഉണ്ട്. സോ നിങ്ങളും കൂടെ ഇതുപോലെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പക്കാവായിട്ട് ഈ ഡ്രോപ്പിംഗ് ഇല്ലാതെ ഈ ഫ്രൂട്ട്സ് ഉണ്ടാക്കണം. ഈ ഫംഗസ് കൺട്രോൾ ആക്കാനായിട്ട് വേറെ ഏതും കെമിക്കൽ ഉപയോഗിക്കേണ്ട. ഈ മെറ്റാലാക്സിൽ, മാംഗോജപ്പും മെറ്റാലാക്സിലും മിക്സാണ് ഈ റീഡോമിൽ, അതുപോലെ ഒരു സിസ്റ്റമിക് കൂടുതൽ പവറുള്ള ആ സാധനം ഉപയോഗിക്കേണ്ട. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഫംഗസും സാകുന്നില്ല. അതോട് സെറ്റിംഗ് കംപ്ലീറ്റ് 1-2 സെറ്റിംഗ് കൂടി ഇല്ല, അത് കംപ്ലീറ്റ് അറസ്റ്റ് ആയിടും. സോ നമുക്ക് ഈ കൊത്തലുകൾ കായ് ഉണ്ടാകുന്ന ആൾക്കാർ ഈ കൊത്തലുകൾ എന്ന് പറയുന്ന ഈ പൈറ്റോപ്തറ മീഡി ഫംഗസ് കൊള്ളാനായിട്ട് തുരിശ്, കരിക്കിൻ്റെ തുരിശ് ബെസ്റ്റ്. ആൻഡ് ലൈം പൗഡർ ചേർത്ത് ആദ്യം ലൈം പൗഡർ ഇട്ട് ഈ പരിക്ക് തുരിശും കൂടെ രണ്ടാമത്തെ ഇട്ട് കളക്കി നന്നായിട്ട് ഒരു ബോർഡോ മിക്സർ ചെയ്ത് ഒന്ന് സ്പ്രേ ചെയ്യണം. അതോട് ഈ പൈറ്റോപ്തറ നിക്കോട്ടിയാന എന്ന് പറഞ്ഞ ഈ കമറൽ ഉണ്ടാകുന്ന ഇന്ന പൂ എടുക്കാതെ അങ്ങനെ ഉള്ള ഫീൽഡിൽ നമുക്ക് ഈ അസാക്ഷിസ്റ്റോബിൻ ആൻഡ് ക്ലോറോത്തനോളിൻ എന്ന് പറഞ്ഞ ഈ നോവ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ ഒരു മരുന്നുണ്ട്. അത് നമുക്ക് സ്പ്രേ ചെയ്ത് കൺട്രോൾ ആക്കണം. അതേമാതിരി ഈ വേര് ഇല്ലാത്ത ആൾക്കാർ വേര് ഇതുവரைക്കും ട്രീറ്റ്മെൻറ്റ് ഒരു തെറ്റാണ് ട്രീറ്റ്മെൻറ്റ്. എല്ലാവരും വേരുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് തെറ്റാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് പൈസ കളയേണ്ട. കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് നെമറ്റോഡ്, വേർപുള്, മീലിബഗ് മൂന്നും കൺട്രോൾ ചെയ്യുന്ന അടിപൊളി സാധനം മെനറ്റോഡ്. ഈ മെനറ്റോഡും റേഫലും മിക്സ് ചെയ്തിട്ട് കൂടുതൽ വേര് ഉണ്ടാക്കുക, റെസിസ്റ്റൻ്റ് ഏർപ്പെടുത്തുക, നല്ല ഒരു ഹെൽത്താണ് പ്ലാന്റ് ഉണ്ടാക്കണം. ഈ ഡിസീസ് എല്ലാം കംപ്ലീറ്റ് ഓട്ടോമാറ്റിക്കലി മാറിപ്പോയിടും. ഓക്കെ, താങ്ക് യു ഗാർഡമൻ പ്ലാന്റേഴ്സ്, താങ്ക് യു.